മരിച്ച മുൻ ADM നവീൻ ബാബുവിന്റെ മരണം കെട്ടിത്തൂക്കിയ കൊലപാതകമാണെന്ന ആരോപണം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷയാണ്. ഇതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടിയത് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുമ്പോൾ കുടുംബത്തിന്റെ അടുപ്പക്കാർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അതേസമയം മരിച്ച മുൻ ADM നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി പോലീസ് റിപ്പോർട്ടിൽ പറയുകയാണ്. നവീൻ ബാബു മരിച്ച വിവരം പുറത്തു വന്ന ഒക്ടോബർ 15 രാവിലെ കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലായിരുന്നു ഈ വിവരമുള്ളത്. എന്നാൽ മൃതദേഹ പരിശോധന റിപ്പോർട്ടിൽ രക്തക്കറയുടെയോ പരിക്കേറ്റതിന്റെയോ പരാമർശങ്ങളില്ല എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മൃതദേഹത്തിലുണ്ടായിരുന്ന അടിവസ്ത്രങ്ങൾ മാറ്റിയ ശേഷമാണ് പരിശോധനയ്ക്ക് കൈമാറിയത്. ഇങ്ങനെയാണ് സാധാരണ നടപടിക്രമം. ജോക്കി എന്നെഴുത്തുള്ളതും ചാരനിറത്തിലുമുള്ളതുമായ അടിവസ്ത്രമായിരുന്നു മരിക്കുമ്പോൾ നവീൻ ബാബു ധരിച്ചിരുന്നത്. അടിവസ്ത്രം രക്തക്കറയോട് കൂടിയ നിലയിലായിരുന്നുവെന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. തുടകൾ, കണങ്കാലുകൾ, പാദങ്ങൾ എന്നിവയിൽ സാധാരണ നിലയിലാണെന്നും എഴുതിയിട്ടുണ്ട്. രക്തക്കറകളെ കുറിച്ച് മറ്റു പരാമർശങ്ങളൊന്നും റിപ്പോർട്ടിലില്ല. FIR-ൽ രക്തക്കറയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊന്നുമില്ല. മരണകാര്യത്തിൽ മറ്റ് സംശയങ്ങളൊന്നുമില്ല എന്നാണ് FIR-ൽ ഉള്ളടക്കം. രക്തബന്ധുക്കൾ ആരും സ്ഥലത്തില്ലാത്തതിനാൽ അവരുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒക്ടോബർ 15 രാവിലെ 10:15 തുടങ്ങി 11:45 ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത്. മരണവിവരം അറിഞ്ഞ പത്തനംതിട്ടയിൽ നിന്നും കണ്ണൂരിലേക്ക് തിരിച്ച ബന്ധുക്കൾ 11:50 കണ്ണൂർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചപ്പോഴായിരുന്നു ഇൻക്വസ്റ്റ് കഴിഞ്ഞ വിവരം അറിയുന്നത്. മൃതദേഹ പരിശോധന പരിയാരം മെഡിക്കൽ കോളേജ് നടത്തുന്നതിൽ തങ്ങൾക്ക് വിയോജിപ്പുണ്ടെന്നും കോഴിക്കോട്ടേക്ക് മാറ്റണമെന്നും DCPയോട് അപ്പോഴാണ് ആവശ്യപ്പെട്ടത്. ആരോപണ വിധേയായ PP ദിവ്യയുടെ ഭർത്താവും കൈക്കൂലി നൽകിയെന്ന ആരോപണം ഉന്നയിച്ച പ്രശാന്തനും ജോലി ചെയ്യുന്ന സ്ഥലമായതിനാലാണ് പരിയാരത്തു നിന്നും മൃതദേഹ പരിശോധന മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. കളക്ടറോട് പറയുന്നതായിരിക്കും ഉചിതം എന്നായിരുന്നു മറുപടി. പിന്നീട് കളക്ടർ അരുൺ K വിജയനെ ബന്ധുക്കൾ വിളിച്ചു. മൃതദേഹ പരിശോധന തുടങ്ങിയ കാര്യം അപ്പോഴാണ് അറിഞ്ഞതെന്നും ഒന്നും പേടിക്കാനില്ലെന്നും ഒരു ക്രമക്കേടും ഉണ്ടാകില്ല എന്ന് താൻ ഉറപ്പു തരുന്നുവെന്നും കളക്ടർ അവരോട് പറഞ്ഞു. പോലീസ് സർജനായിരുന്നു മൃതദേഹ പരിശോധന ചെയ്യുന്നതെന്നും അദ്ദേഹം ബന്ധുക്കളെ അറിയിച്ചു. നവീൻ ബാബുവിന്റെ അനുജൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു, ബന്ധുക്കളായ അഡ്വക്കേറ്റ് അനിൽ P നായർ, ഹരീഷ്, മലയാലപ്പുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജയലാൽ, നാട്ടുകാരനായ ഉത്തമൻ, രാജേഷ് എന്നിവരായിരുന്നു മരണവിവരം അറിഞ്ഞ അന്ന് കണ്ണൂരിലേക്ക് പോയത്. അതേസമയം കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റേത് തൂങ്ങി മരണമാണെന്ന് വ്യക്തമാക്കുന്ന വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നേരത്തെ പുറത്തു വന്നിരുന്നു. നവീൻ ബാബുവിന് ശരീരത്തിൽ പരിക്കുകൾ ഇല്ലായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒക്ടോബർ 15 ഉച്ചയ്ക്ക് 12:40 1:50 ഇടയിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. തലയോട്ടിക്ക് പരിക്കില്ല, വാരിയെല്ലുകൾക്ക് ക്ഷതമില്ല, ഇടത് ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗം നെഞ്ചിന്റെ ഭിത്തിയോട് ചേർന്ന നിലയിലാണ്. പേശികൾക്കും പ്രധാന രക്തക്കുഴലുകൾക്കും പരിക്കില്ല. തരുണാസ്ഥി, കേശേരുക്കൾ എന്നിവയ്ക്കും പരിക്കില്ല. അന്നനാളം സാധാരണ നിലയിലായിരുന്നു. കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നു. മൂക്ക്, വായ, ചെവി എന്നിവയ്ക്ക് പരിക്കില്ലായിരുന്നു. ചുണ്ടുകൾ നീല നിറത്തിലായിരുന്നു. പല്ലുകൾക്കും മോണകൾക്കും കേടില്ല. നാവ് കടിച്ചിരുന്നു. വിരലിലെ നഖങ്ങൾക്ക് നീല നിറമായിരുന്നു. ശരീരം അഴുകിയതിന്റെ ലക്ഷണമില്ല. വയറും മൂത്രാശയവും ശൂന്യമായിരുന്നു. സുഷ്മനാ നാഡിക്ക് പരിക്കില്ല. മൃതദേഹം തണുത്ത അറയിൽ നിന്നും സൂക്ഷിച്ചവയല്ല. 0.5 സെന്റിമീറ്റർ വ്യാസമുള്ള മഞ്ഞ കലർന്ന നിറത്തിലെ പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കെട്ടിയായിരുന്നു മരണം. കയറിന്റെ നീണ്ട ഭാഗത്തിന് 103 സെന്റിമീറ്റർ നീളമുണ്ടായിരുന്നു. കയറിന് 30 മീറ്റർ നീളമുള്ള സ്വതന്ത്ര ഭാഗവും ഉണ്ടായിരുന്നു. കഴുത്തിന് ചുറ്റുമുള്ള കയറിന്റെ ഭാഗത്ത് 22 സെന്റിമീറ്റർ നീളമാണ് ഉണ്ടായിരുന്നത്. അതേസമയം ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുമില്ല. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടോ എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതുമില്ല. നവീന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്നും CBI അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് സംശയമുണ്ടെന്നും മരണത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ പങ്കിനെ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും CBI കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു. അന്വേഷണത്തിന് തയ്യാറാണെന്ന് കോടതി ചോദിച്ചപ്പോഴായിരുന്നു മറുപടി. അതേസമയം CBI അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ എതിർത്തു. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും വാദിച്ചു. കേസ് ഡയറി പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കുമെന്നും കോടതി വ്യക്തമാക്കി. വിഷയം
12-ന് വീണ്ടും പരിഗണിക്കും. ഒക്ടോബർ 16-ന് പുലർച്ചെയോടെയായിരുന്നു പത്തനംതിട്ട സ്വദേശിയായ നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പത്തനംതിട്ട ADMമായി നാട്ടിലേക്ക് പോകാനിരിക്കെ സഹപ്രവർത്തകൻ നൽകിയ യാത്രയയപ്പ് ചടങ്ങിൽ PP ദിവ്യയുടെ പരസ്യമായ അപമാനം ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് ഉയരുന്ന ആരോപണം. കേസിൽ അറസ്റ്റിലായ ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചിരുന്നു.